ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാന സാമൂഹ്യ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. ഏത് PSC പരീക്ഷയ്ക്കാണെങ്കിലും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് പഠിക്കുന്നത് അഭയ എന്ന് പറയുന്നത് നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിനുള്ള പദ്ധതിയാണ് അഭയ. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അഭയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നൊരു പദ്ധതിയാണ് അഭയ. അടുത്തത് അഭയകിരണം. മറ്റേത് അഭയയായിരുന്നു, ഇത് അഭയകിരണം. അഭയകിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗതികളായിട്ടുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണ് അഭയകിരണം. അപ്പോൾ അത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ അഭയമുണ്ട്, അഭയകിരണമുണ്ട്. അഭയ എന്ന് പറഞ്ഞാൽ നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിനുള്ള പദ്ധതിയാണ് അഭയ. അഭയകിരണം എന്ന് പറഞ്ഞാൽ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം കൊടുക്കുന്ന പദ്ധതി. അടുത്തത് അന്നപ്രദായിനി. അന്നപ്രദായിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി. ഇത് കുടുംബശ്രീ മിഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. അടുത്തത് അന്നദായിനി. അന്നദായിനി എന്ന് പറയുമ്പം കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. അപ്പോൾ അന്നപ്രദായിനി എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി. കുടുംബശ്രീ മിഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അനുയാത്ര. അനുയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. അടുത്തൊരു പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അടുത്തൊരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്നതിനുള്ള ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അടുത്തൊരു പദ്ധതിയാണ് അതുല്യം. അതുല്യം എന്ന് പറയുമ്പം സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ഒരു സാക്ഷരതാ പദ്ധതിയാണ്, സാക്ഷരതാ പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അടുത്ത പദ്ധതിയാണ് ആയുർദളം. ആയുർദളം എന്ന് പറയുമ്പോഴത്തേക്ക് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആയുർദളം എന്ന് പറയുമ്പം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ആയുർദളം. അടുത്ത പദ്ധതിയാണ് എൻ്റെ കൂട്. എൻ്റെ കൂട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ രാത്രി താമസ സൗകര്യം. സ്ത്രീകൾക്ക് സൗജന്യ രാത്രി താമസ സൗകര്യം നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണെന്ത്? എൻ്റെ കൂട് പദ്ധതി. അടുത്തൊരു പദ്ധതി കൂടെ പഠിക്കാം. പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ്. അത് സ്ത്രീകളുടെ പൊതു സ്വകാര്യ ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ്. താങ്ക് യു.